നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പൊളിച്ചെഴുത്തിൽ നാം ചരിത്രത്തെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ചരിത്രത്തിൻ്റെ നിർമ്മിതി, അപനിർമ്മിതി, വ്യാജനിർമ്മിതി ഇതെല്ലാം നമ്മൾ ഏകദേശം ചർച്ച ചെയ്തു വന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ചരിത്രത്തിൻ്റെ നിർമ്മിതി വിചിത്രമായ ഒരു അനുഭവമാണ് ഭാരതത്തിൽ. സത്യസന്ധരായ ചരിത്രകാരന്മാർ എവിടെയോ വെച്ച് വഴിയരികിൽ തള്ളപ്പെട്ടു പോകുകയും മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ആ സ്ഥാനം കൈയടക്കുകയും ചെയ്തു. ഒരു സ്ലോ പ്രോസസ്സായിരുന്നു കേട്ടോ. വളരെ സാവധാനത്തിൽ, വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷനാണത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്ക് ഒരു പ്രാമുഖ്യം മെല്ലെ കിട്ടി വന്നിരുന്നു. അത് കുറച്ച് ബ്രിട്ടീഷുകാർ അനുവദിച്ചു കൊടുത്തതും കുറച്ച് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഊതി വീർപ്പിച്ച ചരിത്രകാരന്മാരെ ഉണ്ടാക്കുകയും ഒക്കെ ആയിരുന്നു. നമ്മുടെ 1921 മാപ്പിള ലഹള, മലബാറിൽ നടന്ന മാപ്പിള ലഹള, ഈ മാപ്പിള ലഹള വാസ്തവത്തിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ, മാപ്പിളമാർ കൂട്ടക്കൊല ചെയ്തതിൻ്റെ ചരിത്രമാണ്. ഇതെല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനോ പിടിക്കാനോ ഒന്നും ആരും പോയൊന്നുമില്ല. പക്ഷേ സംഭവം അത് തന്നെയാണ്. ഹിന്ദുക്കൾ വ്യാപകമായി കൊല്ലപ്പെട്ടു, മതം മാറ്റപ്പെട്ടു, ഹിന്ദുക്കൾക്ക് ഓടിപ്പോകേണ്ടി വന്നു, ഗതിയില്ലാതെ തെണ്ടിത്തിരിയേണ്ടി വന്നു. ഇത് സത്യമാണ്. 1921 സംഭവം നടന്നെങ്കിലും മാസങ്ങളോളം സംഭവം നീണ്ടു നിന്നു, വർഷങ്ങളോളം അതിൻ്റെ കെടുതികൾ നീണ്ടു നിന്നു. ഇതിനിടയിൽ കുമാരനാശാൻ അവിടെ പോവുകയും ഈ ദുരവസ്ഥ നേരിട്ട് കാണുകയും ദുരവസ്ഥ എന്ന പേരിൽ ഒരു ഖണ്ഡകാവ്യം രചിക്കുകയും ചെയ്തു. അതിലാണ് കുമാരനാശാൻ ക്രൂര മഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ ചോപ്പഴും ഏറനാട്ടിൽ എന്ന് എഴുതിയത്. ബാക്കി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ദുരവസ്ഥ ഇപ്പോഴും ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും, അത് വായിച്ചു നോക്കിയാൽ മതി. അന്നത്തെ ഹിന്ദുക്കളുടെ ദയനീയ ചിത്രം കുമാരനാശാൻ വരച്ചിടുന്നുണ്ട്. പക്ഷേ കുമാരനാശാൻ്റെ ആ നേർക്കാഴ്ച ചരിത്രമല്ല, അത് അംഗീകരിക്കപ്പെടുന്നില്ല. അതിന് പകരം മാപ്പിള ലഹള കഴിഞ്ഞ് 15 വർഷത്തിന് ശേഷം 1936 ബംഗാളിലിരുന്നുകൊണ്ട് സൗമ്യേന്ദ്രനാഥ ടാഗോർ എന്ന് പറഞ്ഞ ഒരാൾ ചെറിയൊരു ലഘുലേഖ എഴുതി. ചെറിയ ലഘുലേഖ, 16 പേജോ മറ്റോ ഉള്ള ചെറിയൊരു ലഘുലേഖ. ആ ലഘുലേഖയിലാണ് ആദ്യമായിട്ട് ഇതൊരു കർഷക കലാപമായിരുന്നു എന്നുള്ള തിയറി വരുന്നത്. സൗമ്യേന്ദ്രനാഥ് ടാഗോർ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എക്കണോമിക്സിൽ ഒരു ബിരുദമുണ്ട്, ഇത്രയേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല കേട്ടോ. അന്ന് അദ്ദേഹം 3-4 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാറി മാറി പ്രവർത്തിച്ചു. റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് റവല്യൂഷണറി പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുള്ള നമ്പറുകളുണ്ടല്ലോ. ഇതിലേതിലൊക്കെയോ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ ലഘുലേഖ എഴുതുന്നത്. അദ്ദേഹം മലബാർ വന്ന് കണ്ടിട്ടില്ല, ഒരു ചുക്കും അറിയാനും മേല. പക്ഷേ ഈ ലഘുലേഖ അങ്ങ് ബ്ലോ അപ്പ് ചെയ്ത് വലുതാക്കിയിട്ട് ഇന്നിപ്പോൾ എല്ലാ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരും അവരുടെ അടിസ്ഥാന ഗ്രന്ഥം ആയിട്ട് അവലംബിക്കുന്നത് സൗമ്യേന്ദ്രനാഥ ടാഗോറിൻ്റെ ഈ ലഘുലേഖയാണ്. കണ്ടവരവിടെ നിൽക്ക്, കേട്ടവൻ പറയട്ടെ എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ ന്യായം. ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് വല്ലാതെ വർദ്ധിച്ചു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമുക്ക് ജദുനാഥ് സർക്കാർ, R.C. മജുംദാർ, ഭണ്ഡാർക്കർ, രാധാകുമുദ് മുഖർജി, ഇങ്ങനെ ധാരാളം ചരിത്രകാരന്മാരുണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവരെല്ലാം ഒരു സൈഡിലേക്ക് തള്ളപ്പെട്ടു. മാർക്സിസ്റ്റുകാരുടെ ആധിപത്യമായി. ഇതാണ് സംഭവിച്ചത്. ഈ കാര്യം നമ്മളുടെ പ്രകൃത വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് വിക്രം സമ്പത്ത് എന്ന ചരിത്രകാരനാണ്. താരതമ്യേന ചെറുപ്പക്കാരനാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടു. അദ്ദേഹവും ശശി തരൂരും തമ്മിൽ ചരിത്രത്തിൻ്റെ നിർമ്മിതിയെ സംബന്ധിച്ച ഒരു സംവാദത്തിൽ നിന്നാണ്
ഞാൻ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് കേൾക്കാം. Sadly, even at the heights of the British Raj, you had space for nationalist historians, Jadunath Sarkar, Radha Kumud Mukherjee, R.C. Majumdar, V.K. Rajwade, so many of them, Bhandarkar, C.V. Vaidya. But then sadly post-independence, and I think the Congress party unwittingly gave away that space of historiography to the stranglehold of Marxist historians, and in a discipline like this, which thrives on multiplicity of views, which thrives on dissent, discussion, debate, differences of opinion, healthy discussions, I think the thraldom with which academic historiography I'm talking of, which has been largely controlled by a clique of what we would call as leftist historians, I think it's distorted history and created several fault lines. വിക്രം സമ്പത്ത് ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളാണ് തുടക്കത്തിൽ ഞാൻ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഒരു ഏർപ്പാട് വന്നതിലൂടെ, ചരിത്രം മാർക്സിസ്റ്റുകാരെ ഏൽപ്പിച്ചതിലൂടെ ദേശീയ ചരിത്രകാരന്മാർ അപ്രസക്തരാവുകയും തദ്ദേശീയ ചരിത്രത്തിന് വിലയില്ലാതെയാവുകയും മറ്റെവിടുന്നോ ആകാശത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വ്യാജ ചരിത്രത്തിന് പ്രാമുഖ്യം കിട്ടുകയും അത് സമൂഹത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ചരിത്രത്തിൻ്റെ ഒരു സ്വഭാവം, പലരും വിചാരിച്ചും ചരിത്രം അങ്ങ് കുഴിച്ച് മൂടിയാൽ പോരെ, കഴിഞ്ഞില്ലേ, പോയ കാര്യം പറഞ്ഞ് ഇപ്പോൾ വഴക്കുണ്ടാക്കണോ, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയല്ല. ചരിത്രം ശരിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കിട്ടുകയുള്ളൂ. ചരിത്രം മറന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നിങ്ങൾ സംഭരിക്കുന്നത് നിങ്ങളുടെ ചരിത്രത്തിൽ നിന്നാണ്, നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനതയ്ക്കും അവരുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചു പോയവരാണ്. വ്യക്തിപരമായിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എത്ര വലിയ സ്വാധീനമാണ് അവർ മരിച്ചതിന് ശേഷം നിങ്ങളിൽ ചെലുത്തുന്നത്. ഓരോ നിമിഷവും ഓരോ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു, അയ്യോ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒന്നും ചോദിക്കാമായിരുന്നു, അച്ഛനായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നില്ല, അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിരന്തരം നമ്മളെ ഈ വ്യക്തികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ചരിത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഭാവിയിലേക്കുള്ള പ്രത്യാശ, പ്രതീക്ഷ, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ പ്രത്യാശയിലേക്കും പ്രതീക്ഷയിലേക്കും കുതിക്കാനുള്ള ഇന്ധനം ഏതാണ്? ആ ഇന്ധനം നമ്മുടെ പാരമ്പര്യമാണ്, അതാണ് നമ്മുടെ ഊർജം. അപ്പോൾ ആ ചരിത്രം പഠിക്കാതെ അത് അവഗണിച്ചേക്കാം, കുഴിച്ചു മൂടിയേക്കാം എന്ന് തീരുമാനിച്ചാൽ ഒരിഞ്ച് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഇന്ധനം കിട്ടുകയില്ല. അതിനാൽ ചരിത്രം കൃത്യമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടാണോ നാം പഠിച്ചത്? കൃത്യമായിട്ടാണോ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്? അല്ല എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ പള്ളിക്കൂടത്തിൽ, കോളേജിൽ ഒക്കെ പഠിപ്പിക്കുന്ന ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലെ കുറേ സുൽത്താൻമാരുടെ ചരിത്രം, ഇതാണ് ഭാരതത്തിൻ്റെ ചരിത്രമായിട്ട് പഠിപ്പിക്കുന്നത്. വിക്രം സമ്പത്ത് ഇതെടുത്ത് പറയുന്നുണ്ട്, ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഡൽഹിയിൽ കുറേ സുൽത്താൻമാർ, ആഡിമ വംശം, ഖിൽജി വംശം, ലോധി വംശം, മുഗൾ വംശം, ഇങ്ങനെ എവിടുന്നോ വന്ന കുറേ മുസ്ലിം രാജാക്കന്മാർ മനുഷ്യരെ ദ്രോഹിച്ചു, മതം മാറ്റി, കൊന്നുകളഞ്ഞു, ഹിന്ദുക്കൾക്ക് പ്രത്യേകം നികുതി ഏർപ്പെടുത്തി, ഇങ്ങനെ കുറേ ഭ്രാന്ത് കാണിച്ച പട്ടാളം കയ്യിലുണ്ടായിരുന്ന, ശക്തിയുണ്ടായിരുന്ന ആൾക്കാർ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, കൊള്ളയടിക്കുക, അതും പല ആവർത്തി കൊള്ളയടിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ പലരും തീരെ ചെറുതുമായിരുന്നു. ഇബ്രാഹിം ലോധി എന്നൊക്കെ പറഞ്ഞ്, ആര് ഈ ലോധി? എത്ര ഉണ്ടായിരുന്നു അയാളുടെ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം? ഇതൊന്നും നമുക്കറിയില്ല. ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചു,
സ്വന്തം അച്ഛനെ തടവറയിലിട്ടിട്ടാണ് ഷാജഹാൻ ചക്രവർത്തിയാകുന്നത്. ആ കാര്യം പഠിപ്പിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്മാരകം ഉണ്ടാക്കിയതിന് നമ്മളെന്ത് വേണം? ആ സ്മാരകം കാണാൻ ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്, ശരി. അത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഊർജ്ജമാകുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയ്ക്ക് സ്മാരകം നിർമ്മിച്ചെങ്കിൽ ആ സ്മാരകം പൊതുജനങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു രീതിയിലും സഹായിക്കുന്നില്ല. അത് കാണാനൊരു കൗതുകം, അത്രയേ ഉള്ളൂ. ഒരു കാഴ്ച ബംഗ്ലാവിൽ പോയി കാണുന്നത് പോലെ കാഴ്ച കാണാം, ആ കൊള്ളാം, കംപ്ലീറ്റ് മാർബിളിലൊക്കെ തീർത്തിരിക്കുന്നു, ഇങ്ങനെ. പക്ഷേ ഈ ക്യാരക്ടർ ഷാജഹാൻ എന്ന് പറയുന്ന അയാൾ നടത്തിയിട്ടുള്ള സംഭാവനകൾ എന്താണ്, അതേപ്പറ്റി ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള കുറേ സുൽത്താനേറ്റുകൾ, അവരുടെ ചരിത്രം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ അത് തന്നെ പഠിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നില്ല. കോഴിക്കോട് സാമൂതിരിയെ പറ്റി ഒരു അക്ഷരമില്ല. കൊച്ചി രാജാവിനെ പറ്റി ഒരക്ഷരമില്ല. വീരപാണ്ഡ്യ കട്ടബൊമ്മനെ അറിഞ്ഞേകൂടാ. വേലുത്തമ്പി ദളവ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ. വിജയനഗര സാമ്രാജ്യം, പേഷ്വാമാരുടെ ഭരണം, ചന്ദ്രഗുപ്തൻ, സമുദ്രഗുപ്തൻ, ഒന്നും അറിയില്ല. അശോക ചക്രവർത്തി എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ലൈൻ കാണാം അശോകനെ പറ്റി. അഹോം ഡൈനാസ്റ്റി, അഹോം രാജാക്കന്മാർ ആസാമിൽ 6 തവണയാണ് മുഗളന്മാരെ അവർ തോൽപ്പിച്ചത്. 6 യുദ്ധങ്ങൾ. കാലുകുത്താൻ സമ്മതിച്ചില്ല ആസാമിൽ മുഗളന്മാരെ. അവരെ പറ്റി, അവരുടെ ചരിത്രത്തെ പറ്റി ഒരക്ഷരം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലുണ്ടോ? മണിപ്പൂരിനെ പറ്റി ചരിത്രമുണ്ടോ? മണിപ്പൂരിൽ ചരിത്രമുണ്ട്, നാഗാലാൻഡിനും ചരിത്രമുണ്ട്, മേഘാലയയ്ക്കുണ്ട്, ആസാമിനുണ്ട്, ഗുജറാത്തിനുണ്ട്, കേരളത്തിനുണ്ട്, തമിഴ്നാടിനുണ്ട്. ഇതൊന്നുമില്ല. ആകെ ചരിത്രം ആർക്കാ? ഡൽഹിയിലെ 4-5 മുസ്ലിം രാജാക്കന്മാർക്ക്. ഇവർക്ക് മാത്രമേ ചരിത്രമുള്ളൂ. ഇവരാണ് ഭാരതത്തെ നിർമ്മിച്ചത് എന്നുള്ള മട്ടിൽ സംസാരിച്ച് കളയും. ഇനി ബാക്കി വിക്രം സമ്പത്ത് പറയട്ടെ, നമുക്കത് കേൾക്കാം. The story of India is the story of invaders. From their perspective, we've not reclaimed that. So a young person, again, who reads the story of India, it's a long litany of invasions, starting from that myth of the Aryan invasion theory, to a series of battles that we have lost. We're a nation of losers, it seems, to most people. That the very fact that we are around as a civilization shows there must have been some battles we also won, and the resistance that was put, which is curiously underplayed or subjugated in our history books. The other thing, we are sitting in Delhi, but the historiography of India is extremely Delhi-centric. Both of us come from below the Vindhyas. I think stories from our part of the country don't find mention as much as some obscure dynasties which are bigoted, Lodhis and Khiljis find incommensurate mention in books. The Vijayanagar Empire or the Chola Empire, the Rashtrakutas, Satavahanas, Pallavas, the Travancore rulers, the Mysore Wadeyars, the Ahoms of Northeast, the Nagas, Tripuris, the rulers of Manipur. I think India needs to reclaim history from Delhi. And these are these constant battles that keep happening in historiography, and also, a refusal to acknowledge the darker elements, the darker aspects of Indian history, particularly medieval India with Islamic invasions, trying to brush that under the carpet. American historian Will Durant had called the Islamic invasion of India as the bloodiest chapter of human history. അപ്പോൾ ഈ ഡൽഹിയിലെ ക്രൂരരായ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ധാരാളം പേർ യുദ്ധം ചെയ്തിട്ടുണ്ട്. റാണാ പ്രതാപസിംഹൻ അടക്കം, ഗുരു തേജ് ബഹാദൂർ അടക്കം ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് തവണ വിജയിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഒന്നും ചരിത്രം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും തോറ്റുകൊടുത്ത ഒരു ജനതയാണ് എന്ന് തോന്നിപ്പോകും. ഓരോ ഭാരതീയനും എനിക്കൊരു പാരമ്പര്യമൊന്നുമില്ലപ്പാ, ആ കൂടെ തോറ്റോടിയ ചരിത്രം മാത്രമേ എനിക്കുള്ളൂ എന്ന് തോന്നിപ്പോകും. അത് വാസ്തവമല്ല. ഒരു തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ് പരാജയങ്ങൾ മാത്രം പെറുക്കിയെടുത്തിട്ട് കാണിക്കുക. ശരി, അത് ചെയ്തു മാത്രമല്ല, ഈ പറഞ്ഞ പരമദുഷ്ടന്മാരെ എല്ലാം ഗ്ലോറിഫൈ ചെയ്യാൻ കൂടെ തുടങ്ങി, ഇവരെല്ലാം മഹത്വവൽക്കരിക്കാൻ തുടങ്ങി. അതിലൊരാളാണ് ഔറംഗസീബ്. ഔറംഗസീബ് ഇപ്പോൾ പരമയോഗ്യനാണ് നമ്മളുടെ ചരിത്ര പുസ്തകങ്ങളിൽ. ഖുറാൻ
ഇന്ത്യൻ ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്ത് വിറ്റ് അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ച ഒരു പാവമായിരുന്നു പോലും ഔറംഗസീബ് ചക്രവർത്തി. ഇതിലും വലിയ ദ്രോഹം വേറെയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡൽഹിയിൽ റെഡ് ഫോർട്ട് ഉണ്ടല്ലോ, ചെങ്കോട്ടയിൽ അന്നൊക്കെ, ഇന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ 70കളിലെ കാര്യമാണ് പറയുന്നത്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. ചെങ്കോട്ടയ്ക്ക് ഉള്ളിലെ മൈതാനത്ത് നമ്മളിരിക്കുക, 4 വശവും കോട്ടയാണ്. ഈ കോട്ടയിൽ ഡൽഹിയിൽ നടന്ന കാര്യങ്ങൾ, ഈ സുൽത്താൻമാരുടെയൊക്കെ കാലത്ത് നടന്ന കാര്യങ്ങൾ, പട്ടാളത്തിൻ്റെ വെടിയൊച്ച, കുതിരക്കുളമ്പടി, അവരുടെയൊക്കെ ശബ്ദങ്ങൾ, ഇതെല്ലാം പല സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കും. ഒരു നല്ല ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ്. ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ ഔറംഗസീബിനെ പറ്റി പ്രത്യേകം ഒരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ സെഗ്മെൻറ്റിലാണ് ഔറംഗസീബ് ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരിക്കുമ്പോൾ താഴെ ഒരു ശവശരീരവുമായിട്ട് കുറച്ച് പേര് പോകുന്നു. അപ്പോൾ ഔറംഗസീബ് ചോദിച്ചു, എന്താണോ അത്, ആരുടെ ശവശരീരം കൊണ്ടുപോകുന്നു? അപ്പോൾ പറഞ്ഞു, തിരുമനസ്സേ ചക്രവർത്തി, അത് സംഗീതത്തിൻ്റെ ശവശരീരമാണ്. ഔറംഗസീബ് സംഗീതം നിരോധിച്ചിരുന്നു. അയാളുടെ കീഴിൽ ഭാരതത്തിൻ്റെ എത്ര അംശമുണ്ടായിരുന്നോ അവിടെ മൊത്തം സംഗീതം നിരോധിച്ചിരുന്നു. പാട്ട് പാടാൻ പാടില്ല, ഇതായിരുന്നു. അപ്പോൾ പ്രതീകാത്മകമായിട്ട് അതിലുള്ള വിഷമം ചക്രവർത്തിയെ അറിയിക്കാനായിട്ട് സംഗീതജ്ഞന്മാർ പ്രതീകാത്മകമായി സംഗീതത്തിൻ്റെ ശവവും തോളത്തെടുത്തിട്ട് ദഹിപ്പിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് ഔറംഗസീബ് കണ്ടത്. ഔറംഗസീബ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ബറി ഡീപ്പ്, അത് ആഴത്തിൽ കുഴിച്ചിട്, അത് എണീറ്റ് വരാൻ പാടില്ല. സംഗീതത്തെ ആഴത്തിൽ കുഴിച്ചിടാൻ പറഞ്ഞ ആളാണ് ഔറംഗസീബ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, ഖുറാനിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലും, സംഗീതം നിഷിദ്ധമാണ്, പാട്ട് പാടാൻ പാടില്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇയാൾ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളുടെ കുട്ടികൾ, നമ്മളും മനസ്സിലാക്കിയിരിക്കണ്ടേ? എന്തിനു മനസ്സിലാക്കണം? വെറുതെ വിദ്വേഷം ഉണ്ടാക്കാനോ അല്ല, ഇത് ആവർത്തിക്കാതിരിക്കാൻ. ചരിത്രം മനസ്സിലാക്കിയില്ലെങ്കിൽ, ചരിത്രം പഠിച്ചില്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരായിത്തീരും എന്ന് ഒരു ചൊല്ലുണ്ട്. Those who don't know history are condemned to repeat it. ചരിത്രം അറിഞ്ഞുകൂടാത്തവർ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നാണ് ആ ചൊല്ലിൻ്റെ അർത്ഥം. നമ്മൾ ശരിയായ ചരിത്രം പഠിക്കാത്തത് കൊണ്ട് ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. ഇപ്പോൾ കേരളത്തിൽ സംഗീതത്തെ പരിഹസിച്ചുകൊണ്ട് സംഗീതം അനിസ്ലാമികമാണെന്നും സംഗീതം, നൃത്തം ഇതെല്ലാം ഇസ്ലാം നിരോധിച്ചിരിക്കുകയാണെന്നും പരസ്യമായിട്ട് ഒരു യോഗ്യൻ പ്രസംഗിക്കുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ, ചരിത്രത്തിൻ്റെ ആവർത്തനം എങ്ങനെയുണ്ടെന്ന് കേൾക്കൂ. ഔറംഗസീബ് പുനരവതരിച്ചിരിക്കുന്നു കേരളത്തിൽ, അത് നിങ്ങളൊന്ന് കാണൂ. ഇസ്ലാം പെണ്ണുങ്ങളെ ഡാൻസ് വിലക്കി. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന, ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നൂ. ആരാ അത് പറയാ? ഞാൻ പറയാ, നല്ലോണം പാട്ട് പാടിയ ഒരു പെൺകുട്ടി, മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഓള് ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ടൊരു പാട്ടാട്ട് പാടി, ഓളായിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നൂ. ഓളായിട്ട് അകലെ ആരെങ്കിലും പറയോ, പക്ഷോനെ ഇന്ന് ചുങ്കത്തറയിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു, ആ ഗാനമേള കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ ഒരിക്കലും വ്യഭിചരിക്കരുത്. അങ്ങനെ ഒരു മെസ്സേജ് അതിൽ നിന്ന് കിട്ടുമോ? പങ്കജുദാസിന്റെ ഗസൽ കേട്ടിട്ട് ആരെങ്കിലും പറയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല? അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി. ഒരു ഉപകാരമില്ലാത്ത സാധനം, മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി, സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തികെട്ട ഒരേർപ്പാട് ലോകത്ത് വേറില്ല. കണ്ടോ ഔറംഗസീബിൻ്റെ പുനരവതാരം കേരളത്തിൽ? ഇദ്ദേഹം നടന്ന് പ്രസംഗിക്കുകയാണ്, സംഗീതം കൊള്ളില്ല, ഇങ്ങനെ മനുഷ്യനെ ചീത്തയാക്കുന്നൊരു സാധനമില്ല. അതിനർത്ഥം എന്താ? ത്യാഗരാജൻ, ശ്യാമാശാസ്ത്രി, പുരന്ദരദാസൻ ഇവരൊക്കെ മഹാകൊള്ളരുതാത്തവർ, മൊത്തം സമൂഹത്തെ നശിപ്പിച്ചവർ. ഡാൻസ് കൊള്ളില്ല. നമ്മളുടെ എത്ര നർത്തകികളും നർത്തകന്മാരുമാണ് ഭാരതത്തിൽ. ഭരതനാട്യം, കുച്ചിപ്പുടി, നമ്മളുടെ തിരുവാതിരക്കളി, ഇതെല്ലാം മനുഷ്യകുലത്തെ മൊത്തം നശിപ്പിക്കുന്ന ഏർപ്പാടാണെന്നാണ് ഈ മഹാൻ പറയുന്നത്. ചില്ലറക്കാരനല്ലേ കേട്ടോ. ഇസ്ലാമിലെ ഒരു വിഭാഗമായ സലഫിയോ അങ്ങനെ എന്തോന്നിൻ്റെ വലിയ ഉസ്താദാ.
വാതോരാതെ പ്രസംഗിച്ച് നടക്കുകയാണ് ആ നാട്ടിൽ. ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം മനസ്സിലാക്കിയില്ലെങ്കിൽ ചരിത്രം ആവർത്തിക്കപ്പെടും. ഇതിൻ്റെ വേറൊരു പതിപ്പായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറംഗസീബ്. അറംഗസീബിൻ്റെ പുതിയ കേരള പതിപ്പ്, മലയാളി അറംഗസീബാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരുന്ന ഈ താടിക്കാരൻ. ഇയാളുടെയൊക്കെ ചങ്കൂറ്റം ആലോചിച്ച് നോക്കിയേ. ഇവിടെ വെച്ച് തീരുന്നില്ല ഈ ഡയലോഗ്. അടുത്ത മഹാഭാവം എന്താണെന്നറിയാമോ? യേശുദാസിനെയാണ് ഇദ്ദേഹം കയറി പിടിക്കുന്നത്. യേശുദാസിൻ്റെ അത്രയും പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല എന്നാണ് ഇയാളുടെ കണ്ടുപിടുത്തം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അറവുകാട് ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു, അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പ്രസംഗിച്ചു. ഒരമ്മ ഓടി വന്ന് എന്റെ കാറിൽ കയറി, മോനെ ഇനി ഞാൻ എന്റെ കൂടെയാ ജീവിക്കുന്നത്. വേറൊരു മകൻ എന്നെ വിളിച്ചിട്ട് തുടർച്ചയായിട്ട് അവൻ എന്നെ വിട്ടില്ല. എനിക്ക് എന്റെ അമ്മയോട് മാപ്പ് പറയണം. ഞാൻ എന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോഴാണ് അമ്മയുടെ വലിപ്പം എനിക്ക് മനസ്സിലായത്. ഞാനൊരു ഹിന്ദുവാണ്, നിങ്ങളൊരു മുസ്ലിമാണ്, എനിക്കറിയാം. നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ പറയട്ടെ, യേശുദാസിന് 19 വയസ്സായില്ലേ? യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ചെന്നിട്ട് ഞാൻ നന്നായി നിങ്ങളെ പാട്ട് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറയും. അതുകൊണ്ട് മനുഷ്യരെ, ജീവിതത്തിൽ ഒരിക്കലും സംഗീതം കേട്ടിട്ടില്ലേ? ഓ നന്നാവും. സംഗീതം കേൾക്കും തോറും ഒന്നിനും കൊള്ളരുതാത്തനാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും നാഷണൽ വേസ്റ്റ് ആണ്. അമ്മക്കൊരു മത്തി വാങ്ങാൻ പോലും അവനെ കിട്ടൂല. പോരെങ്ങൾക്ക്. അതുകൊണ്ട് ആ തോന്നിയാസൊക്കെ നിർത്തിച്ച് മനുഷ്യരായി ജീവിക്കാം. എന്തൊരു അധപ്പതനമാണെന്ന് നോക്കൂ. സംഗീതത്തോടുള്ള പുച്ഛം നോക്കൂ. ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇയാൾ സംസാരിച്ചിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് ഔട്ടായി കഴിഞ്ഞു. പക്ഷേ ഇയാളെ അറവുകാട് ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അറവുകാട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്ക് തെക്ക് വശമുള്ളൊരു സ്ഥലമാണ് അറവുകാട് ദേവീക്ഷേത്രം. അറവുകാട് ദേവീക്ഷേത്രത്തിൽ ഇയാളെ വിളിച്ച് പ്രസംഗിപ്പിച്ചവരുണ്ടല്ലോ, അവരെ സത്യം പറഞ്ഞാൽ ഒന്നുകിൽ കവളം മടൽ അല്ലെങ്കിൽ കടലാവണക്കമ്പത്തൽ കൊണ്ട് അവരെ തല്ലണം. ഇയാളെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് പോക്ക് കേസാ. മനസ്സിലായോ? യേശുദാസിനെ കൊണ്ട് കാൽക്കാശിന് കൊള്ളില്ല. യേശുദാസിൻ്റെ പാട്ട് കേട്ടിട്ട് ആർക്കെങ്കിലും അമ്മയോട് സ്നേഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ എന്താ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ച്. എന്തൊരു വർത്തമാനമാണ് ഇവൻ്റെയൊക്കെ. എന്താ വിചാരിച്ച യേശുദാസിനെ പറ്റി? ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, ഈ മഹാനെ ഓർമ്മിപ്പിക്കാൻ അയാൾക്ക് ഓർമ്മയേ ഇല്ല. സ്വബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ അമ്മയും യേശുദാസും ഒക്കെയുള്ള ചെറിയ പാട്ടിൻ്റെ ഒരു എത്ര പാട്ടുകളാണ് അമ്മയുടെ മഹത്വത്തെ പറ്റി. എത്ര പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, ലളിതഗാനങ്ങൾ, ശാസ്ത്രീയ സംഗീതം, ഡാൻസ്, തായേ യശോദ എന്നൊക്കെ ഈ പൊട്ടൻ ഒന്നും അറിഞ്ഞുകൂടാതെ ഈ കേരളത്തിൽ നമ്മുടെ മൂക്കിന് താഴെ ഇങ്ങനെ ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക. അയാളെ ക്ഷണിക്കാൻ ഒരു അമ്പല കമ്മിറ്റി ഉണ്ടാവുക. എന്തൊരു കഷ്ടം. ആർക്കെന്ത് ഭ്രാന്ത് വേണമെങ്കിലും പറയാം. ഈ ഭ്രാന്തനെ വിളിച്ച് അമ്പലത്തിൽ പ്രസംഗിപ്പിച്ചവരെ എന്ത് പറയണം? മഹാ കഷ്ടമാണ്. നിങ്ങൾ കേട്ടു നോക്കൂ. അമ്മ എൻ്റെ അഴയ്ക്കാതെ ഉയിരില്ലയേ, യേശുദാസിൻ്റെ പാട്ട്. ആരാണ് ഈ ബുദ്ധിശൂന്യനായ അറംഗസീബിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക? ഭാരതത്തിൻ്റെ സുവർണ ശബ്ദമായ യേശുദാസ് എത്ര ഹൃദയസ്പർശിയായിട്ട് പാടിയിരിക്കുന്നു അമ്മയുടെ മഹത്വം. ഒരു വശം തളർന്ന് ഉറച്ചുപോയ അമ്മയെ കയ്യിൽ കോരിയെടുത്ത് അമ്പലത്തിൻ്റെ പടവുകൾ ഇറങ്ങി വരുന്ന മകൻ, അവരെ ശുശ്രൂഷിക്കുന്ന മകനായിട്ട് രജനീകാന്ത് അഭിനയിക്കുന്നു. ഒന്നുമല്ല. ഇവരൊന്നും ഒരു സംഭാവനയും ചെയ്തിട്ടുള്ള ഒരു ചുക്കുമില്ല.
ഇതെല്ലാം നിരോധിക്കപ്പെടേണ്ടതാണ്. ഡാൻസ് കളിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല. യേശുദാസിൻ്റെ ജന്മം പാഴായിപ്പോയി എന്ന് പറയുന്ന ഈ മൂഢൻ എന്നിട്ട് ഇയാൾ കേരളത്തിൽ ഞെളിഞ്ഞ് നടക്കുന്നു. എന്തൊരു കഷ്ടം, എന്തൊരു അപജയം. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചരിത്രത്തിൻ്റെ നിർമ്മിതിയിൽ നിന്ന് തുടങ്ങിയതാണ്. യഥാർത്ഥ ചരിത്രം പഠിക്കാതെ അധപ്പതിച്ച് ഇന്നിപ്പോൾ യേശുദാസിന് പാട്ട് പാടാൻ, യേശുദാസിൻ്റെ പാട്ട് നിരോധിക്കണം എന്ന് പറയാൻ വരെ കേരളത്തിൽ ആളുണ്ടായിരിക്കുന്നു. എന്നിട്ടും കേരളം അനങ്ങാതെ സ്വപ്നം കണ്ട് നടക്കുന്നു. ഇതിനൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ചരിത്രം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ചരിത്രം ആവർത്തിച്ച് നമ്മൾ നശിച്ച് നാറാണക്കല്ല് പറിച്ചു പോകും. ഇത് കൂടുതൽ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നില്ല. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.